ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സർവീസ് സെൻ്ററിലേക്ക് ഇപ്പോൾ വേറൊരു ഡിയോയും കൂടി വന്നിട്ടുണ്ട്. 2020 മോഡൽ ഡിയോ ആണ്. സെയിലിനുള്ള വണ്ടിയാണിപ്പോൾ. ഏകദേശം 12,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മുടെ ഈ കിട്ടിയതിന് ശേഷം സർവീസ് വർക്കുകളും ബാക്കി വർക്കുകളെല്ലാം തീർത്ത് പെയിൻറ്റിങ് അടക്കം കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം. അപ്പോൾ വണ്ടി മൊത്തത്തിലൊന്ന് നോക്കിക്കോ, എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോയെന്നൊക്കെ. ഒരു ഡാമേജും ഇല്ല. നല്ല പെർഫെക്റ്റ് ഷോറൂം കണ്ടീഷനിലാണ് പെയിൻറ്റിങ്ങും അതേ കണക്ക് വർക്കുകളെല്ലാം നമ്മൾ തീർത്തിരിക്കുന്നത്. കൊണ്ട് നമ്മൾ ബാക്ക് ടയർ നമ്മൾ മാറിയിട്ടുണ്ട്, നമ്പർ പ്ലേറ്റ് മാറിയിട്ടുണ്ട്, ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ഷൂ, അങ്ങനെ സകല കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ തൊട്ട് താഴെ കാണുന്ന നമ്പറിലോട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ 2020 മോഡൽ വണ്ടിക്ക് എന്തിനാണ് ബോഡിയിലൊക്കെ പെയിൻറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ കാലത്തിൻ്റെ പഴക്കം കൊണ്ട് ബോഡിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ച് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഫുൾ പെയിൻറ്റിങ് ചെയ്യുന്നത്. ഫുൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ വണ്ടി ഒരു പുത്തൻ കണ്ടീഷനിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇത് കണക്ക്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ടയർ പുത്തനാണ് ഇപ്പോൾ വണ്ടിയിൽ കിടക്കുന്നത്. നമ്മൾ മാറിയല്ല, കസ്റ്റമർ മാറിയിട്ട് കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് ടയറൊന്നും ചെയ്യാത്തത്. വേണ്ട, ഫ്രണ്ട് ടയറിൻ്റെ കട്ട ഉണ്ടോ, ഒരു കുഴപ്പമില്ല, അതേ കണക്ക് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മളിവിടുന്ന് വണ്ടി സെയിൽ ചെയ്യുമ്പോഴത്തേന് നെയിം ചേഞ്ചും പിന്നെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പുതിയ ഇൻഷുറൻസ് അടക്കം നമ്മളിവിടുന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ വണ്ടി സെയിലാകത്തുള്ളൂ. വേണ്ട, ലഗേജ് ബോക്സൊക്കെ ഒന്ന് നോക്കിയോ, നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ബോഡി ഷോറൂം പീസാണ് ഇപ്പോൾ മേടിച്ച് വെച്ചിരിക്കുന്നത്. ഏകദേശം 2,500-600 രൂപ വിലയുള്ളത്. ഏതാണ്ട് ഈ DX എന്ന് എഴുതിയ അതൊരൊറ്റ പീസ് ബോഡി കവറാണ് ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്ററൊക്കെ പിടിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ പുതിയത് മാറി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് മാത്രം ഒരു അപാകതയായിട്ടിരിക്കും വണ്ടിയിൽ. അതുകൊണ്ട് നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ ഒറിജിനലാണ് ഇപ്പോൾ മേടിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് വണ്ടിയും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ചാവി ഓണാക്കി DRL കത്തിയിട്ടുണ്ട്. ഇനി ബ്രേക്ക് പിടിച്ച് സെൽഫും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വേറെ നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിക്കില്ല. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ തൊട്ട് താഴെ കാണുന്ന നമ്പറിലോട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യും.